വിശുദ്ധവാരത്തിന് ആരംഭം കുറിച്ച് KCYM വരാപ്പുഴ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം നഗരത്തിൽ നടത്തിയ പീഡാസഹന യാത്ര ഭക്തി നിർഭരമായി. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ KCYM വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് രാജീവ് പാട്രിക്കിന് വിശുദ്ധ കുരിശ് കൈമാറിക്കൊണ്ട് പീഡാസഹന യാത്രയ്ക്ക് ആരംഭം കുറിച്ചു. യുവജനങ്ങളിൽ ദൈവാഭിമുഖ്യവും ആധ്യാത്മിക ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയും ലഭിക്കുന്നതിന് ഉപയുക്തമായ അവസരമാണ് ഈ പീഡാസഹന യാത്രയെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. യുവജനങ്ങൾക്ക് ദൈവാഭിമുഖ്യവും ആധ്യാത്മിക ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയും ലഭിക്കുന്നതിന് ഉപയുക്തമായ പരിപാടികൾക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മഹാജൂബിലി വർഷത്തിൽ ദൈവോന്മുഖരായി ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി കത്തീഡ്രലിൽ തന്നെ പീഡാസഹന യാത്ര സമാപിച്ചു. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റെവറൽ ഡോക്ടർ ആന്റണി വാലുങ്കൽ പിതാവ് ആശംസ അറിയിച്ച് സംസാരിച്ചു. ഇന്നത്തെ യുവജനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടുകൊണ്ട് ഈ ലോക ജീവിത സൗഭാഗ്യങ്ങളിൽ മാത്രം മുഴുകിക്കഴിയുന്ന യുവമക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയാണ് സ്വർഗത്തിനു വേണ്ടി ദൈവപിതാവിൻ്റെ തിരുച്ചിത്തം നിറവേറ്റുന്നതിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുന്ന യുവാവായ ഈശോയെ കാണാൻ സാധിക്കുക. യുവാവായ ക്രിസ്തു നമുക്കുത്തമമായ മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തേക്കാളും ഉപരിയായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ നമ്മുടെ ജീവിതത്തെ പങ്കാളിയാക്കാനായിട്ട് ക്രിസ്തുവിനെ പോലെ നമുക്കും ശ്രമിക്കാം. അതിന് ദൈവം നമ്മെ തുണയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മോൺസിനോർ മാത്യു കല്ലിങ്കൽ, മോൺസിനോർ മാത്യു ഇലഞ്ഞിമറ്റം, ചാൻസലർ ഫാദർ എബിജിൻ അറയ്ക്കൽ, BCC ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി, വരാപ്പുഴ അതിരൂപത സെക്രട്ടറി ഫാദർ സ്മിജോ ജോർജ് കളത്തിപ്പറമ്പിൽ, കത്തീഡ്രൽ വികാരി ഫാദർ പീറ്റർ കൊച്ചുവീട്ടിൽ, സഹവികാരി ഫാദർ റോഷൻ റാഫേൽ നെയ്ശ്ശേരി, KCYM വരാപ്പുഴ അതിരൂപത ഡയറക്ടർ ഫാദർ റാഫേൽ ഷിനോജ് ആറാഞ്ചേരി, യുവജന കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിജു ക്ലീറ്റസ് തീയാടി തുടങ്ങിയവരും, തൈക്കുടം കത്തീഡ്രൽ മേഖലാ ഭാരവാഹികൾ, മറ്റു മേഖലാ ഭാരവാഹികൾ, KCYM കത്തീഡ്രൽ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരും നേതൃത്വം നൽകി. നമ്മുടെ യുവജനങ്ങൾ സഭയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സേവിക്കുവാനായിട്ട് സന്നദ്ധതയുള്ള ഒരു യുവജനമായി മാറി എന്ന വലിയ കാഴ്ചയാണ് വരാപ്പുഴ അതിരൂപത KCYM സംഘടിപ്പിച്ച ഈ പീഡാസഹന യാത്രയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. യുവാവായ ഈശോ ക്രൂശിൽ കിടന്ന് മരണമടഞ്ഞ, വേദനകൾ അനുഭവിച്ച് പീഡകൾ അനുഭവിച്ച് ക്രൂശിതനായി അവസാനം ഉദ്ധാനം ചെയ്തു എന്ന ആഴമുള്ള ചിന്ത യുവജനങ്ങളുടെ ഇടയിൽ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞതിൻ്റെ വലിയ സൂചനകളാണ്, അടയാളമാണ് ഈ പീഡാസഹന യാത്രയിലൂടെ നാം കണ്ടത്. ഇന്നത്തെ ഈ പീഡാസഹന യാത്രയിൽ ഏറ്റവും മനോഹരമായി തന്നെ നമ്മളുടെ കുഞ്ഞു യുവജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ഈശോയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ കാണിച്ച, ഈ യുവജനങ്ങൾ കാണിച്ച ഈ ഒരു നല്ല മാതൃക ഇന്ന് വഴിതെറ്റിപ്പോകുന്ന ഒത്തിരി മക്കൾക്ക് ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു. യുവജനങ്ങൾ പ്രത്യാശയുടെ ഈ വർഷത്തിൽ, ജൂബിലി വർഷത്തിൽ യുവജനങ്ങൾ അവരുടെ പ്രത്യാശ ക്രിസ്തുവാണെന്നുള്ള വലിയൊരു തുറവിയുടെ അടിസ്ഥാനത്തിലാണ് കാൽവരിക്കുന്നിൽ യാഗമായ ക്രിസ്തുവിൻ്റെ പാതകൾ പിന്തുടർന്നുകൊണ്ട് കാൽവരി കുരിശിൽ ക്രിസ്തു യാഗമായി തീർന്നതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഓരോ യുവജനങ്ങളും കുരിശിൻ്റെ വഴിയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ പല യുവജനങ്ങളും നോമ്പ് നോറ്റുകൊണ്ടാണ് ഈ ഒരു പീഡാസഹന യാത്രയ്ക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് വിവിധങ്ങളായ പല പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിലൊന്നായിക്കൊണ്ട് KCYMലെ ആഹ്വാനത്തിനേക്കാൾ ഉപരിയായിട്ട് അഭിവന്ദ്യ പിതാവിൻ്റെ, ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ പ്രത്യേക ആഹ്വാനപ്രകാരമാണ് എല്ലാ ഇടവകളിൽ നിന്നും യുവജനങ്ങൾ തടിച്ചുകൂടിയത്. ആ യുവജനങ്ങൾ നാളെയുടെ പ്രതീക്ഷയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫാദർ ലിജോ ജോഷി പുലിപ്പറമ്പിൽ സമാപന സന്ദേശം നൽകി. 1000-ഓളം വിശ്വാസികൾ നോമ്പുകാലത്തിന്റെ പുണ്യം പകർന്നുകൊണ്ട് പ്രാർത്ഥനയുടെയും അനുതാപത്തിന്റെയും വഴികളിലൂടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകളുമായി KCYM വരാപ്പുഴ അതിരൂപതയുടെ പീഡാസഹന യാത്രയിൽ പങ്കെടുത്തു. ചേർച്ച് ഡെസ്ക്, ഷിഗേന ന്യൂസ്.